ഹായ്, നമ്മളിന്ന് കൊടപ്പനുപ്പേരിയാണ് വെക്കുന്നത്. ഇത് നേന്ത്രക്കായിൽ നിന്ന് നമ്മൾ പറിച്ചതാണ് കേട്ടോ. കുഞ്ഞിപ്പഴത്തിൻ്റെ അല്ല, നേന്ത്രപ്പഴത്തിൻ്റെ. ഇത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നെയാണ്. കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് ഞാനപ്പം ഇന്ന് ഇതിന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പുറത്തുള്ള ആ മൂത്ത ഇതെല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇത്രയേ കിട്ടിയുള്ളൂ. ഇതൊരു ചെറുതാണ്, ചെറിയൊരു ഉപ്പേരിക്കുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞിട്ട് ദേ ഈ വെള്ളത്തിലേക്ക്, അതിനാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചത്, വെള്ളത്തിലേക്കാണ് നമ്മൾ അരിയേണ്ടത്. എന്നിട്ട് അതിൽ ഒരു കറയുണ്ട്. അപ്പോൾ ആ കറയും അതൊക്കെ കളഞ്ഞ് ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിസിൽ വന്നേ കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് കൊത്തി അരിയാം. ഞാൻ അരിയുന്ന വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ അരിഞ്ഞതിന് ശേഷം ബാക്കി കാണിക്കാം. ഇതേ നമ്മൾ കൊടപ്പൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല കുനുകുനാന്ന് അരിയണം. എനിക്ക് പറ്റും പോലെ ഞാൻ അരിഞ്ഞത്. ഇത് കൊടപ്പെന്ന് മാത്രമല്ല കേട്ടോ, ഇതിനെ വാഴക്കൊമ്പെന്നാണ് എല്ലാവരും പറയുക, ചുണ്ടെന്നൊക്കെ പറയും. നമ്മൾ കൊടപ്പെന്ന് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് കടുക്, ഇതിൽ കുറച്ച് കടുക് വറക്കണം. അപ്പോൾ അത് ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചിട്ട് ചൂടാവട്ടെ. തീ കൂട്ടി കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുകിടാം. കടുക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ഇവിടെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചതച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അടിയിലുണ്ട്. ഇതിനെ നമുക്കൊന്ന് വഴറ്റണം. അപ്പോൾ തീ സിമ്മിലിട്ട് കൊടുക്കാം. ഇതിന് കുറച്ചൊന്ന് വഴന്ന് വരണം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത്. നമുക്കിവിടെ കറിവേപ്പിലയൊക്കെ വാങ്ങണം. അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ ഇല്ല, അവിടെ കുഞ്ഞു മരം അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. വാങ്ങൽ കുറവാണ് കടയിൽ. ഇനി ഇത് വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ തേങ്ങ തിരകിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ, കാരണം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഓവർ തേങ്ങ ഇടുന്നില്ല. ഈ കൂമ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ഫൈബർ കൂടുതലായിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ നല്ലതാണ്. അതുപോലെ ഷുഗറിന്, പിന്നെ HP കൂടാനൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണല്ലോ, ഇപ്പം നാച്ചുറലായിട്ടുള്ള സാധനമല്ലേ. ചെറുതായി മൂത്താൽ മതി. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ഇതാക്കിയെടുക്കണം. ഓക്കെ, ഇതൊന്ന് കുറച്ചൊന്ന് നോക്കട്ടെ. ഉള്ളിയും തേങ്ങയൊക്കെ വാടി വന്നപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച കൂമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുപയറോ വൻപയറോ അല്ലെങ്കിൽ മുതിരയൊക്കെ ഇടാം കേട്ടോ. നല്ല രസമുണ്ടാവും. ഓക്കെ, വേവട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ആവിയിൽ നല്ല വെന്തു കേട്ടോ. ഞാൻ ഉപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ചോറ് കഴിക്കാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് ഇത് ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. നല്ല ചൂടാ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന വാഴക്കൊമ്പൊന്നും കളയാതെ എടുത്ത് ഇങ്ങനെയൊക്കെ ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ച് നോക്കുക. ഓക്കെ, ബായ്.